നമ്മളെല്ലാവരും ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പലർക്കും എന്താണിതെന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബൂമറാങ്ങിനെ കുറിച്ചാണ്. ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ തിക്തഫലം അയാൾ തന്നെ അനുഭവിക്കുമ്പോൾ ആ പ്രവൃത്തി ബൂമറാങ്ങായി തിരിച്ചടിച്ചു എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. തിരിച്ചടിക്കുക എന്ന ഒറ്റ സ്വഭാവം കൊണ്ടാണ് ഈ പ്രയോഗം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലായത്. ബൂമറാങ് എന്ന ആയുധത്തിന്റെ സ്വഭാവമാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു സ്ഥലത്ത് നിന്ന് എറിഞ്ഞാൽ എറിഞ്ഞയാളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തുന്ന ആയുധമാണ് ബൂമറാങ്. തിരിച്ചെത്തുന്നതും തിരിച്ചെത്താത്തതുമായ രണ്ടു തരം ബൂമറാങ്ങുകൾ ഉണ്ടെങ്കിലും ഈ പദം കൊണ്ട് പലപ്പോഴും അർത്ഥമാക്കുന്നത് തിരിച്ചെത്തുന്ന ബൂമറാങ്ങുകളാണ്. ബൂമറാങ് കണ്ടുപിടിച്ചത് ആരാണെന്നതിന് വ്യക്തമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. പോളണ്ടിൽ നിന്നും കണ്ടെടുത്ത ഒരു ബൂമറാങ്ങിന് ഏകദേശം 20,000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതായത് 20,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബൂമറാങ് പ്രചാരത്തിലിരുന്നുവെന്ന് ചുരുക്കം. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളാണ് ബൂമറാങ് കണ്ടുപിടിച്ചതെന്നാണ് പൊതുവെയുള്ള നിഗമനം. അവർ ഈ ആയുധത്തെ വിളിച്ചിരുന്നത് കൈലി എന്നാണ്. വേട്ടയാടാൻ വേണ്ടിയായിരുന്നു അവർ ഈ ആയുധം ഉപയോഗിച്ചിരുന്നത്. ബൂമറാങ് എങ്ങനെ ഉരുത്തിരിഞ്ഞിരിക്കാം എന്നതിനും ഊഹം മാത്രമേ ഉള്ളൂ. കല്ലുകളും പാറ കഷ്ണങ്ങളും എറിഞ്ഞ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്ന ആദിമ മനുഷ്യൻ കട്ടിയുള്ള മരക്കഷ്ണങ്ങളും ഇതേ ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നു. രണ്ടറ്റവും വളഞ്ഞ പ്രത്യേക മരക്കഷ്ണങ്ങൾ വായുവിൽ കുറെ നേരം നിൽക്കുകയും ഏറെ ദൂരം മുന്നോട്ടു പോവുകയും ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചിരിക്കാം. തുടർന്ന് അത്തരത്തിലുള്ള മരക്കഷ്ണങ്ങൾ തേടിയെടുക്കുകയും അവ കിട്ടാതായപ്പോൾ അതേ രൂപത്തിൽ മരത്തടി കൊണ്ട് ആയുധമുണ്ടാക്കുകയും ചെയ്തു. ഇതാണ് ബൂമറാങ്ങിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം. പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ ചിറകുകൾ നിൽക്കുന്ന രീതി നോക്കി മനസ്സിലാക്കി ആദിമ മനുഷ്യൻ ബൂമറാങ് വികസിപ്പിച്ചെടുത്തു എന്ന് മറ്റൊരു സിദ്ധാന്തവും നിലനിൽക്കുന്നുണ്ട്. വലിയ മൃഗങ്ങളെ വേട്ടയാടുന്നതിൽ ബൂമറാങ് അത്ര വിജയമായിരുന്നില്ല. അതിനാൽ പക്ഷികളെ വേട്ടയാടാനായിരുന്നു ഇവ പലപ്പോഴും ഉപയോഗിച്ചു പോന്നത്. ഒരു വല നീളത്തിൽ വിരിച്ചു വച്ചതിനു ശേഷം ബൂമറാങ് എറിഞ്ഞ് പക്ഷികളെ അതിന്റെ വലയത്തിലാക്കുകയായിരുന്നു അവർ പ്രയോഗിച്ച രീതി. പേടി പൂണ്ട പക്ഷികൾ ബൂമറാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താഴ്ന്നു പറക്കുമ്പോൾ താഴെയുള്ള വലയിൽ കുടുങ്ങുകയായിരുന്നു പതിവ്. മറ്റു കണ്ടുപിടുത്തങ്ങളെ അപേക്ഷിച്ച് ബൂമറാങ്ങിന്റെ പ്രധാന സവിശേഷത ഇതിന്റെ പൂർണ്ണരൂപം ആദിമവാസികളുടെ കാലത്ത് തന്നെ രൂപപ്പെട്ടു എന്നതാണ്. ഇന്ന് കാണുന്ന ബൂമറാങ്ങുകൾ ആദിവാസികൾ തന്നെ വികസിപ്പിച്ചിരുന്നു. ആധുനിക മനുഷ്യൻ അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നിട്ടില്ല. വേട്ടയാടാൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വിനോദ ഉപാധിയായും അന്നു തന്നെ ബൂമറാങ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ദൂരത്തിലെറിഞ്ഞ് ലക്ഷ്യത്തിൽ കൊള്ളിക്കുകയോ കയ്യിൽ തിരിച്ചെത്തിക്കുകയോ ചെയ്യുന്ന ആളെ വിജയിയായി പ്രഖ്യാപിക്കുന്ന മത്സരവും അന്ന് തന്നെ നടന്നിരുന്നു. ബൂമറാങ് ഉപയോഗിച്ചുള്ള ഇത്തരം മത്സരം ഇന്നും നടന്നു വരുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഒരു ബിന്ദു കേന്ദ്രീകരിച്ച് വട്ടത്തിൽ കറങ്ങുവാനും വേഗത്തിൽ മുന്നോട്ടു പോകുവാനുമുള്ള ബൂമറാങ്ങിന്റെ കഴിവ്, എറിയുന്നയാളിന്റെ ശക്തിയും വൈഭവവും, ബൂമറാങ്ങിന്റെ രണ്ട് ചിറകുകളും കറങ്ങുന്ന വേഗത്തിലുള്ള വ്യത്യാസം, ബൂമറാങ്ങിന്റെ പാതയിലുള്ള കാറ്റിന്റെ വേഗത എന്നിവയെ ആശ്രയിച്ചാണ് ബൂമറാങ്ങിന്റെ പ്രയാണം. ഇവയുടെ ചിറകുകൾ വിമാനത്തിന്റെ ചിറകുകൾ പോലെ മുകൾ വശം ഉരുണ്ടിട്ടും കീഴ്വശം പരന്നിട്ടുമാണ്. ഇതുമൂലം അവയ്ക്ക് കൂടുതൽ സമയം വായുവിൽ നിൽക്കുവാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ വിമാനത്തിന്റെ ചിറകുകളും ഹെലികോപ്റ്ററിന്റെ പങ്ക മുതൽ ബഹിരാകാശ പേടകങ്ങൾ വരെയും ബൂമറാങ്ങിന്റെ പ്രവർത്തന തത്വം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ബൂമറാങ് നിവർത്തി പിടിച്ച് എറിയുകയാണെങ്കിൽ ഹെലികോപ്റ്റർ പറന്നുയരുന്നത് പോലെ അതിന് നിന്ന സ്ഥലത്തു നിന്ന് ഉയർന്നു പറക്കാൻ സാധിക്കും. കുത്തനെ പിടിച്ചെറിയുകയാണെങ്കിൽ ബൂമറാങ്ങിന്റെ രണ്ടു ചിറകുകളും കറങ്ങുന്നത് രണ്ടു വേഗത്തിലായിരിക്കും. ഈ വേഗത്തിലുള്ള വ്യത്യാസമാണ് അതിനെ എറിഞ്ഞയാളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിക്കുന്നത്. തങ്ങൾ എറിഞ്ഞ ആയുധം തിരിച്ചു വന്നപ്പോൾ ആദിമ മനുഷ്യൻ കരുതിയത് ഈ മരകഷ്ണങ്ങൾക്ക് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്നായിരുന്നു. എന്നാൽ അവർ പോലും അറിയാതെ അവർ ഊർജതന്ത്രത്തിലെ ഒരു സങ്കീർണ തത്വം പ്രായോഗികമാക്കുകയായിരുന്നു. ബൂമറാങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.